നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പറയുന്ന ഒരു കൂടപത്രത്തിനെ കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ കൂടപത്രത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന്. ഒരുപാട് പ്രാധാന്യമുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് പേരുടെ അന്വേഷണമാണ്. ഈ ആൾക്കാർ എന്തിനാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അറിയാമോ? അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുപോലുള്ള വിഷയങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ കൂടപത്രം, ശത്രുദോഷം, പ്രേതബാധകൾ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഈ നൂറ്റാണ്ടിൽ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ പ്രേതം ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രേതത്തിനെ പിടിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഇന്ത്യക്കകത്ത് ഏകദേശമുള്ള ഇനി ഒരു 3 സ്റ്റേറ്റ് മാത്രമേ പോകാനുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഞാൻ പോയി പ്രേതത്തിനെ പിടിക്കാൻ ഇപ്പോഴും ഞാനിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കൂടുതലാണ്. ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ ഇത്രയും ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പ്രേതം, ഭൂതം, അതുപോലെ ഈ ശത്രുദോഷങ്ങൾ, ഈ കൂടപത്രം, കൈവശം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ യുവതലമുറയിൽ പോലും അത് പ്രകടമായി കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു അന്ധവിശ്വാസമൊന്നുമല്ല. എന്നാൽ ഇന്ന് അതൊരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കാര്യം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാനിത് പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഭൂതം, പ്രേതം, അതുപോലെ കൂടപത്രം, ശത്രുദോഷം, കൈവശം, ഇതൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊരിക്കലും പറയുന്നില്ല. അതുണ്ട്. അത് ഏറ്റവും വലിയ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരിടയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ മത്സരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് കോടികൾ വരുമാനമുള്ള സ്ഥാപനങ്ങൾ പോലും നമുക്ക് ചുറ്റിനുമുണ്ട്. അപ്പോൾ അത് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം പരമമായൊരു സത്യം തന്നെയാണ്. പക്ഷേ എല്ലാം, അതായത് ഈ കാണിക്കുന്ന ലക്ഷണങ്ങൾ, ഈ പ്രേതബാധയോ അല്ലെങ്കിൽ കൂടപത്രമോ ശത്രുദോഷമോ കൈവിഷമോ ഒക്കെ നമ്മളിലേക്ക് ഏറ്റുകഴിഞ്ഞാൽ വരുന്ന ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ലക്ഷണങ്ങൾ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഒന്നും ഇങ്ങനെ വരുന്നതല്ല. അത് ദോഷങ്ങൾ കൊണ്ടുവരുന്നതല്ല, മാനസിക രോഗങ്ങൾ കൊണ്ടും ഇങ്ങനെ വരാറുണ്ട്. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. കൂടപത്രത്തിനേക്കാൾ വലിയ ഗൂഢതന്ത്രം എന്ന് പറയാൻ കാര്യം മാനസിക വിഷമങ്ങൾ കൊണ്ടുവരാം. ചില ദാമ്പത്തിക വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ മാനസിക ഡിപ്രഷൻ വരാം. ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ, അതായത് യഥാർത്ഥത്തിൽ പ്രേതം പിടിക്കും പോലുള്ള മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ശത്രുദോഷമോ കൂടപത്രമോ ഒക്കെ കൈവശമൊക്കെ വരുമ്പോഴുള്ള അവസ്ഥകൾ മനുഷ്യൻ കാണിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ഇങ്ങനെ വരുന്നതല്ല. അതൊക്കെ മാനസികമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണ്. അത് നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ വന്നു പോകുന്നതാണ്. അത് മിക്ക ആൾക്കാർക്കും വരാറുണ്ട്. അതൊന്നും പൂജയോ ഈ ഭസ്മമോ വഴിപാടോ ഒന്നും കൊണ്ട് തീരില്ല. അതൊക്കെ നമ്മൾ അതിന് ഉചിതമായ രീതിയിലുള്ള ചികിത്സാ രീതികളോ അല്ലെങ്കിൽ അതുപോലുള്ള നല്ല കൗൺസിലിങ്ങൊക്കെ പങ്കെടുത്ത് വേണം അതിനെ നമുക്ക് മാറ്റിക്കളയാനായിട്ട്. പക്ഷേ ഈ മാനസിക ഡിപ്രഷൻ എങ്ങനെ ചില ആൾക്കാർക്ക് വരുന്നു, അതാണ് ഇന്ന് ഞാൻ വിശദമായിട്ട് ഒരു തെളിവുൾപ്പെടെ, ഒരു ഉദാഹരണം ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തരുന്നത്. ചില ആൾക്കാരിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മുടെ ജീവിതം കണ്ടിട്ട് അതിനെ തകർക്കാൻ അവർക്കത് പറ്റില്ല. ആ ജീവിതം കണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് അങ്ങനെ വരുമ്പോൾ അത് ഈ അസൂയ, കുശുമ്പെന്ന് പറയുന്ന 2 വികാരങ്ങൾ വളരെ വലുതാണ്. അത് കൂടുതലുണ്ടായിട്ടാണ് ചില ആൾക്കാർ ഇങ്ങനെ ഈ ചില പാവത്തുങ്ങൾ, അവർക്ക് കളങ്കമില്ലാത്ത ആൾക്കാരിലേക്ക്, അവരിലേക്ക് ഈ വിഷം കുത്തിവെക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മാനസിക ഡിപ്രഷൻ ഉണ്ടാക്കി അവരിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഏതെങ്കിലും കൂടപത്രം വന്നതാണ്, അല്ലെങ്കിൽ പ്രേതം പിടിച്ചതാണ്, അല്ലെങ്കിൽ അതുപോലുള്ള കൈവശമോ ശത്രുദോഷമോ വന്നതാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്ന ഇതാണ്, ഈ കാണിക്കുന്ന ലക്ഷണങ്ങൾ രണ്ടും ഒന്നാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞുള്ള ദോഷങ്ങൾ കൊണ്ടുവരുന്നതും മാനസിക വിഭ്രാന്തി കൊണ്ടുവരുന്നതും ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളത് ആദ്യം കണ്ടുപിടിക്കണം. ഇതെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധയാണോ അല്ലെങ്കിൽ മറ്റു ദോഷങ്ങളാണോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷമേ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പരിഹരിക്കാൻ പോകാവൂ. ഇല്ലെങ്കിൽ അത് പോകരുത്. കാര്യം നമ്മൾ പരിഹരിച്ചാൽ മാറില്ല. മാനസിക പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സാ വിധികൾ കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതിൻ്റെ ഭസ്മമോ ചന്ദനമോ കുങ്കുമോ പുഷ്പമോ വഴിപാടുകളോ ഒന്നും അതിന് ഉപകരിക്കില്ല എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ അടുത്ത് വരുന്ന ചില ആൾക്കാർ അവരെ പരിശോധിക്കുമ്പോൾ അവർക്കിങ്ങനെ ദോഷവശങ്ങളൊന്നും കാണുന്നില്ല. അവർക്ക് വരുന്ന ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതുപോലുള്ള വിഷയങ്ങളുണ്ടാകുന്നത്. അത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകില്ല. പ്രേതം പിടിച്ചത് തന്നെയാണ്, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിനടുത്തൊരു ശത്രു ഉണ്ട്, അവൻ എന്നെ 2 പ്രാവശ്യം ഇങ്ങനെ നോക്കി, അവനെ 2 പ്രാവശ്യം ഇങ്ങനെ രൂക്ഷമായി നോക്കി,
അല്ലെങ്കിൽ അവൻ കൊണ്ടുതന്ന കേക്കിൽ, അല്ലെ അവൻ കൊണ്ടുതന്ന മറ്റെന്തെങ്കിലും ആഹാര പദാർത്ഥം കൈവശമാണ് തന്നത്, അതാണ് ഏറ്റിരിക്കുന്നത്. ഇങ്ങനെ പലതും പറയും. ഇത് ദോഷമാണോ രോഗമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ പറയുമ്പോൾ അത് വിശ്വസിക്കുക. ഇപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഒരു പൂജയോ കാര്യങ്ങളോ ഇതുപോലെ പരിഹാരം ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ കിട്ടും. പൈസ കൊണ്ടാണ് അവർ വരുന്നത്. പക്ഷെ അതുപോലും വേണ്ടാന്ന് വെച്ചിട്ട് ഇത് ദോഷമല്ല, നിങ്ങൾ എവിടെയെങ്കിലും പോയി നല്ല ചികിത്സ ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഒരു സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന ചില ആൾക്കാരുമുണ്ട്. എന്നിട്ട് അവർ വേറെ എവിടെയെങ്കിലും പോകും. അവിടെ പോയി ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ ചിലവാക്കും. എന്നാൽ ഇത് മാറില്ല എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത് കേട്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ അതങ്ങോട്ട് ദഹിക്കില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിക്കാം. ഉണ്ട്. എൻ്റെ അടുത്ത് കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഒരാൾ എന്നെ കാണാൻ വരികയാണ്. ഒരു പുരുഷൻ, ഒരു ഭർത്താവാണ്. അയാൾ വന്നിരിക്കുന്നത്, അയാളുടെ കുടുംബം ഛിന്ന ഭിന്നമായിപ്പോയി. അയാളുടെ ഭാര്യ അയാളെ കളഞ്ഞിട്ട് പോയെന്നല്ല, അയാളും ഭാര്യയും ഒരേ ഒരു മകനേ ഉള്ളൂ. മകനും താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും അയാൾ ഇറങ്ങി മാറിക്കൊടുക്കേണ്ടി വന്നു, മാറിപ്പോകേണ്ടി വന്നു. അത്രയേറെ ഇവർ തമ്മിൽ പ്രശ്നമായി, ഭാര്യയും ഭർത്താവും തമ്മിൽ. അവർ ശരിക്കും പറഞ്ഞാൽ അവർ വളരെ ഒരു നല്ല ദമ്പതിമാരായിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മാതൃകയാകുന്ന വിധത്തിലുള്ളൊരു ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവർ രണ്ടുപേരുടെയും ജീവിതം തുടങ്ങിയപ്പോൾ വളരെ ദാരിദ്ര്യമാണ്. അയാൾക്ക് വലിയ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ശരിക്കും ആഹാരം പോലും ശരിക്കും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവർ വളർന്നു വന്നതാണ്, ഭാര്യയും ഭർത്താവും ആ കുട്ടി. പക്ഷെ അവരുടെ ഒരു നല്ല മനസ്സും നല്ല പ്രവൃത്തിയൊക്കെ കൊണ്ട് ഇന്നിപ്പോൾ അവർ നല്ല ധനാഢ്യന്മാരായിട്ട് ജീവിക്കുകയാണ് ആ ഒരവസ്ഥ. അങ്ങനെ വന്നപ്പോൾ അവരുടെ കുടുംബ വസ്തു എല്ലാവർക്കുള്ള ഷെയർ, കുറേ ഷെയറുണ്ട്, എല്ലാവർക്കുള്ള ഷെയർ കൊടുത്തിട്ട് അവരതെല്ലാം അവരുടെ പേരിന് വാങ്ങിച്ച് ആ കുടുംബ വീട്ടിൽ തന്നെയാണ് അവർ വീടൊക്കെ നന്നാക്കി താമസിക്കുന്നത്. അപ്പോൾ മുമ്പ് അവർ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ വാടക വീട്ടിലായിരുന്നു. അയാൾക്ക് വരുമാനമില്ല, അവർക്കും വരുമാനമൊന്നുമില്ല. അവിടെ നിന്നുമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വർഷങ്ങൾ കഴിഞ്ഞു. മകൻ വളർന്നു, അവന് 10-25 വയസ്സായി. അപ്പോൾ അതായത് അവരൊരു 10-26 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സാമ്പത്തികമായ നല്ലൊരു സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇവിടെ വന്ന് താമസമാക്കി. അപ്പോൾ ഇവിടെ വന്ന് താമസമാക്കിയതിന് ശേഷം അടുത്തുനിന്നൊക്കെ ചെറിയ ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. കാര്യം ഇവരുടെ ഈ കുടുംബം വിൽക്കാൻ നോക്കിയപ്പോൾ, വിൽക്കാനായിട്ട് അവരുടെ വീട്ടുകാർ തയ്യാറായപ്പോൾ, അച്ഛനും അമ്മയൊക്കെ തയ്യാറായപ്പോൾ അത് തൊട്ടടുത്തുള്ള കുറേ ആൾക്കാർ വാങ്ങിക്കാനൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ കുടുംബ ഷെയറാണെങ്കിലും 2.5 ഇരട്ടി പൈസ കൂടുതൽ കൊടുത്തിട്ടാണ് ഇവരിത് വാങ്ങിച്ചത്. അപ്പം ഈ തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് കിട്ടാതെ വന്നതിൻ്റെ ഒരു വൈരാഗ്യം ബുദ്ധിയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവർ കുറേ ഈ ശത്രുദോഷങ്ങളൊക്കെ ചെയ്തു ഒക്കെ വെച്ചിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് ഏറ്റില്ല. അതൊക്കെ അവർ മാറ്റിക്കളഞ്ഞു. അപ്പോഴൊന്നും അവർ സന്തോഷമായിട്ട് തന്നെ അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ പിന്നീട് തൊട്ടടുത്തുള്ള അയൽവക്കക്കാരൊക്കെ ആയിട്ട് പിന്നെ ഇവർ നല്ല സൗഹൃദത്തിലാണ്. പിന്നെ അവർ ഒരു കാരണവശാലും അവർ പിന്നെ അങ്ങനെ ചെയ്യില്ല. കാര്യം മറ്റാരെങ്കിലും ചെയ്താൽ ഈ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നവർ അടി കൊടുക്കും. അത്രയേറെ സൗഹൃദമായി. പിന്നെ അവർക്ക് അങ്ങനെ ഒരു അത്യാഗ്രഹമോ കാര്യമോ ഇത് പിടിച്ചു പറിക്കണമെന്ന് ഒരു ചിന്തയൊന്നുമില്ല. വളരെ സൗഹൃദത്തോട് പോകുന്നു. അവർ ആ ഭാര്യയും ഭർത്താവും മകനെന്ന് വെച്ചാൽ ആ ദേശത്ത് മൊത്തം എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. അവരെ ആ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത് അവർക്ക് നാട്ടുകാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി താമസമാക്കിയതിന് ശേഷം. പക്ഷെ അവിടെ ഒരു ദുരന്തം സംഭവിച്ചത്, ഈ ഭാര്യ പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ആ ഭാര്യയോടൊപ്പം കോളേജ് കാലത്ത് പഠിച്ചിരുന്ന മറ്റൊരു കൂട്ടുകാരിയെ അവിടെ വെച്ച് കണ്ടുമുട്ടാൻ സന്ദർഭവശാൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഇവർ കോളേജ് വെച്ച് പഠിക്കുമ്പോൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ആ പിരിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ കണ്ടിട്ടില്ല. രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് പോയി കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വന്നതിന് ശേഷമാണ് ഇവർ ഒരു ദിവസം റോഡിൽ വെച്ച് കാണുകയും അത്ഭുതപ്പെട്ടു പോയി രണ്ടുപേരും. വീണ്ടും നമ്മൾ ഒരിടത്ത് തന്നെ വന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു സംസാരവും രീതിയൊക്കെ വെച്ചിട്ട് ഇവർ വീണ്ടും കമ്പനിയായി നല്ലൊരു സൗഹൃദമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ പരിചയപ്പെട്ട കൂട്ടുകാരി, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, ഭാര്യയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ അത് ഈ അസൂയ, കുശുമ്പ്, അങ്ങനെയുള്ള ഈ ആവശ്യമില്ലാത്ത വികാരങ്ങൾക്ക് കയ്യും കാലും വെച്ചൊരു സാധനമായിരുന്നു. കാര്യം ദൈവം അസൂയ, കുശുമ്പ് കണ്ടുപിടിച്ചതുപോലും ഈ സ്ത്രീക്ക് വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്ര ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തത്. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുടുംബം തകർന്നു പോയി, അത് ഒരു ശത്രുദോഷം കൊണ്ട് വന്നതാണ് എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നു. കൂടപത്രം ആരോ ചെയ്താണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വരികയും ഞാനിത് പരിശോധിക്കുമ്പോൾ
ഇങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് എന്തോ മാനസികമായിട്ട് വന്ന വിഷയമാണ്. പക്ഷേ അദ്ദേഹം ഞാൻ പറഞ്ഞത് അത് വിശ്വസിച്ചിട്ട് പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ അവൾ കാണിക്കുന്നു, ഭ്രാന്ത് പോലെ കാണിക്കുന്നു, എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല, ഞാൻ ആ വീട്ടിൽ ചെല്ലാൻ സമ്മതിക്കുന്നില്ല, ഞാനുമായിട്ട് വളരെ മോശമായിട്ടാണ് എന്നെ ചിത്രീകരിക്കുന്നത്, ഇന്നുവരെയും എൻ്റെ മുഖത്ത് നോക്കിയോ എന്നെക്കുറിച്ചോ അങ്ങനെ ഒരു വാക്ക് പറയാതെ പോയ എൻ്റെ ഭാര്യ ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്. എന്താണെന്നറിയില്ല, അവൾക്കെന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് എന്നെ കാണുമ്പോൾ. അങ്ങനെയാണ് ഞാൻ സഖികെട്ട വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അങ്ങർക്ക് ഒരുപാട് അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. എപ്പോഴും മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കണം. മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ സ്ത്രീ വിളിക്കുകയോ ഇദ്ദേഹം വിളിച്ചിട്ട് പോലും അവർ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അതിൻ്റെ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് വേറെ ആരുമില്ല. അതാണ് ഏറ്റവും വലിയൊരു കഷ്ടം. അയാൾ ഒറ്റയാനാണ്, വേറെ ആരുമില്ല. അദ്ദേഹത്തിന് ഈ ഭാര്യയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അവസ്ഥ അറിഞ്ഞിട്ട് പോലും ഈ ഭാര്യയോ കുഞ്ഞോ അദ്ദേഹത്തിനെ കാണാൻ പോലും ചെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം കുറച്ച് വിശ്വസിച്ചു ആരോ എന്തോ ചെയ്തതാണ് എന്നുള്ളത്. അപ്പോൾ നാട്ടുകാർ ഒരുപാട് പേര് ഇടപെടുന്നു, ഒത്തുതീർപ്പുണ്ടാകുന്നു. പക്ഷേ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ വെട്ടുപോത്ത് പോലെ നിൽക്കുകയാണ്. അവർ എന്താണ് സംസാരിക്കുന്ന ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതൊരു കൊടിയ ബാധയാണ്, ഏതോ കൂടപത്രമാണെന്ന്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരികയും ഞാനിത് പരിശോധിച്ചിട്ട് അങ്ങനെ കാണാതെ വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇങ്ങനെ പ്രേതമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാണിക്കുന്നതിന് അതിന് മറ്റൊരു എന്താണ് കാരണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അവൾക്കൊരു മാനസിക പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദത്തിലാണ്. പക്ഷേ പറഞ്ഞ മാനസിക പ്രശ്നമെന്ന് വെച്ചാൽ അതൊരു ഒരു രോഗാവസ്ഥയോ പാരമ്പര്യമായിട്ടോ വരുന്നതല്ല. ആരെങ്കിലും മനസ്സിനെ ഈ പറഞ്ഞ കണക്ക് സ്വാധീനിക്കുന്ന വിധത്തിൽ ഏതോ നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ജീവിതമാണ് ഇപ്പം നിങ്ങളും നിങ്ങളുടെ ഭാര്യ നയിച്ചിരുന്നെങ്കിലും അവർ വിചാരിച്ചാൽ ഇതുപോലൊരവസ്ഥ മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിക്കാം. പക്ഷെ അങ്ങനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയും അങ്ങനെ പറയുന്ന ആളും, അതായത് മറ്റൊരു സ്ത്രീ ആയിരിക്കുമല്ലോ, അവരും തമ്മിൽ അത്ര മാനസിക അടുപ്പമായിരിക്കണം. എന്തു പറഞ്ഞാലും അവളെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു മാനസിക ബന്ധം അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഈ സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനൊരു കൂട്ടുകാരിയുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളതൊന്ന് അന്വേഷിക്കുക. അപ്പോൾ ആ കൂട്ടുകാരെക്കുറിച്ച് ഇദ്ദേഹത്തിന് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ ആ കൂട്ടുകാരിയെക്കുറിച്ച് ഭാര്യയ്ക്ക് പറയുമ്പോൾ ഈ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കഴുത്തിന് ചുറ്റും നാക്കാണ്. അവളെ വലിയൊരു മാലാഖയെ പോലെയോ ഒക്കെ പറയുന്നു. പക്ഷെ അതിനോടൊപ്പം അവളൊരു ദുഃഖപുത്രിയാണെന്ന് കൂടി പറയുന്നുണ്ട്. ദുഃഖപുത്രി എന്ന ഭർത്താവിൽ നിന്നും കൊടിയ പീഡനം എന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത്, അവളുടെ ഭർത്താവ് പഴയ കാലത്തെ ഗോവിന്ദൻകുട്ടി, ജോസ് പ്രകാശ്, ബാലങ്ങൻ നായരെ പോലെ അതിലും ക്രൂരനായ ഒരു ബലാത്സംഗ വീരനാണ്. ആ ഏരിയയിലുള്ള 60-90 വയസ്സുള്ള സ്ത്രീകളെ വരെ ബന്ധമുണ്ട്, അവരുമായിട്ടൊക്കെ എപ്പോഴും ശാരീരിക ബന്ധം പുലർത്തുന്ന ഒരാളാണ് എന്നുള്ള വളരെ മോശമായ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുമ്പോൾ ഇദ്ദേഹം പറയും, അങ്ങനെയൊന്നും അല്ല, അയാളെ എനിക്കറിയാം, അയാൾ നല്ലൊരു മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലാതെ മറ്റൊരാൾ പോലും ഇന്ന് വരെ ഒരു മോശം പറഞ്ഞതായിട്ട് അറിയില്ല. ഇവർ തമ്മിൽ പരിചയമൊന്നുമില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് അറിയാം അങ്ങനെയൊന്നും അല്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, അവളെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം കൊണ്ടുപോകുന്നതും വരുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞു, അവൾക്കൊന്നും മാനസിക പ്രശ്നമാണ് കേട്ടോ, ഭർത്താവിന് ഇത്രയും കുറ്റം പറയുന്നുണ്ട്, നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം പെട്ടെന്ന് ഓർമ്മിച്ചെടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കളൊരു കാര്യം ചെയ്യും, ഒന്ന് അന്വേഷിക്കേ ഇതിനെക്കുറിച്ചാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് അദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ട് അദ്ദേഹം പിന്നെ പോയി അന്വേഷിച്ചതിന് ശേഷം എന്നെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഈ കൂട്ടുകാരി, അതുപോലെ 2-3 വേറെയും ഉണ്ട് ആ പരിസരത്തുള്ള, ഇവരൊക്കെ ഒന്നിച്ച് കോളേജിൽ പഠിച്ചവരാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കാണ് അവരെല്ലാവരും പറയുന്നത്, ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്, ഒരു ലൈംഗിക വൈകൃതത്തിനടിമയാണ് എന്ന് കൂട്ടുകാരികൾ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ അമ്മ അങ്ങനൊരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അച്ഛൻ വിദേശത്ത് എവിടെയായിരുന്നു, അമേരിക്കയിലോ ജപ്പാനിലോ എവിടെയൊക്കെയാണ് അങ്ങേര് നല്ല സാമ്പത്തികമുള്ളൊരു കുടുംബത്തിലായിരുന്നു. ഇവർക്ക് ഇവിടെ ഇതാണ് തൊഴിലെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങേര് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുക എന്തൊക്കെയാണ് ചെയ്തത്. അങ്ങനെ നാട്ടിൽ പോലും അദ്ദേഹം ഈ സ്ത്രീയെ കാണാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. അവിടെ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇപ്പോഴും ഈ സ്ത്രീ എന്തൊക്കെയോ ബിസിനസ്സിൻ്റെ പേര് പറഞ്ഞിട്ട്
70 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് പറഞ്ഞിട്ട് ഇപ്പോഴും അവരിങ്ങനെ പുരുഷന്മാരായിട്ട് ഇപ്പോഴും പുറത്ത് പറയാൻ പറ്റാത്ത ബന്ധങ്ങളിൽ കൂടി പോകുന്നുണ്ട്. അതേ സ്വഭാവം തന്നെയാണ് ഈ മകളും കാണിക്കുന്നത്. പിന്നെ മകൾക്ക് ഭർത്താവിൽ നിന്നും അവൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ആഗ്രഹങ്ങൾ പൂർത്തീകരണം നടക്കുന്നില്ല. പിന്നെ അവളുടെ ഇഷ്ടത്തിന് ഭർത്താവ് വിടുന്നില്ല. തെറ്റ് കണ്ടാൽ അവൻ വഴക്കുറയും. ഇതൊന്നും അവൾക്ക് പിടിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ആ ഭർത്താവിൻ്റെ കുറ്റം പറയുന്നത്, ആരിടത്തും ഭർത്താവിൻ്റെ കുറ്റം പറയുന്നത് ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ മറ്റുള്ള കൂട്ടുകാരികൾ തന്നെ പറഞ്ഞു, പാവമാണ് അവളുടെ ഭർത്താവും, അവളെയും കുഞ്ഞിനെയൊക്കെ നന്നായി 2 3 കുട്ടികളൊക്കെ ഉണ്ട്, നന്നായി സ്നേഹിക്കുന്നു, ജോലി ചെയ്ത് കൊടുക്കുന്നു, എല്ലാം. അയാൾ ഈ നല്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തോ ഈ കോൺട്രാക്റ്റ് പണി അങ്ങനെ എന്തൊക്കെയാണ്, വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള പണിയാണ് അയാൾ ചെയ്യുന്നത്. അപ്പം അയാൾ അങ്ങനെ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അയാളെ ഒന്നും തൃപ്തികരമല്ല ഇവൾക്ക്. ഏത് വീട്ടിൽ പോയാലും നന്നായി ഭാര്യയും ഭർത്താവുമായി നന്നായി താമസിക്കുന്നിടത്ത് ഇവൾ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടെ അടി കലശലുണ്ടാക്കിയിരിക്കും. അതിനിവൾ ഇപ്പം ഇവളെ കൂട്ടുകാരി, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇത് വലിയ കാര്യം, ഇവർ തമ്മിൽ വളരെ മാനസിക അടുപ്പമാണ്. മറ്റുള്ള കൂട്ടുകാരികൾ പറഞ്ഞാൽ അവർ തമ്മിലാണ് ഏറ്റവും വലിയ മാനസിക ബന്ധമുള്ളതെന്ന്. അപ്പോൾ ഈ അഴുക്ക സ്വഭാവമുള്ള കൂട്ടുകാരി എന്ത് പറഞ്ഞാലും ഈ കൂട്ടുകാരി കേൾക്കും. അങ്ങനെ ഈ വിഷം കുത്തിവെച്ചതാണ്. പുരുഷന്മാരെല്ലാം ഇങ്ങനെയാണ്, നിൻ്റെ ഭർത്താവ് ഇങ്ങനെ തന്നെയാണ്, നിന്നോടൊന്ന് കാണിക്കുന്നതൊക്കെ വെറും അഭിനയമാണ്, നീ അതൊന്നും വിശ്വസിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പം ഈ കൂട്ടുകാരികൾ പറഞ്ഞു, പലപ്പോഴും അവരൊന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവർ പലപ്പോഴും വിലക്കിയിട്ടുണ്ട്, നീ അങ്ങനെ പറയരുത്, ആവശ്യമില്ലാതെ അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് അറിയുന്നത് ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഭ്രാന്തമായൊരവസ്ഥയിലേക്ക് പോയി. മാനസികമായി ഭർത്താവെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുവായി മാറി. ഈ കൂട്ടുകാർ പറയുന്നത് മാത്രമേ ആ സ്ത്രീക്ക് അറിയൂ, അത് മാത്രമേ അനുസരിക്കൂ. സ്വന്തം ജീവിതം തകർന്നു പോയിട്ടും സ്വന്തം ഭർത്താവ്, സ്വന്തം കുട്ടിയുടെ അച്ഛൻ റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് പോലും ഈ സ്ത്രീക്ക് ആ മനസ്സ് മാറിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പിന്നീട് അദ്ദേഹത്തിനെക്കുറിച്ച് എനിക്കൊരു പിടിയും കിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവന്നു, അവരൊക്കെ വിളിച്ചപ്പോൾ പിന്നെ അദ്ദേഹം എവിടെയാണെന്ന് അവർക്കറിയില്ല. അപ്പം എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ല, എൻ്റെ ഒരു ദോഷം കൊണ്ടല്ല ഇത് വന്നത്. അദ്ദേഹം പിന്നെ ആരൊക്കെ കൊണ്ട് സംസാരിപ്പിച്ചൊക്കെ നോക്കിയെന്നും അതൊന്നും ശരിയായില്ലെന്നും, പിന്നെ അദ്ദേഹം എവിടെയാണെന്ന് പോലും, റോഡിൽ കിടന്ന് മരിച്ചു പോയോ എന്ന് പോലും അറിയില്ല എന്നൊക്കെയാണ് കൂട്ടുകാരെ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്ത്രീ പിന്നീട് മാനസികമായിട്ട് വളരെ ഡിപ്രഷനിലായി അവരും ജീവിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവർക്ക് ആ ഭർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനിത് അവതരിപ്പിക്കാൻ കാര്യം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചപ്പോഴത്തേക്കാണ് ഞാൻ അന്ന് ഈ വന്ന ആളിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചോ ജീവിച്ചോ എന്ന് പോലും ആർക്കും അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. അതൊരു വലിയ ദുരന്തമായി എനിക്ക് തോന്നി. കാര്യം നന്നായി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഇതേ കണക്കൊരു ക്ഷുദ്രജീവി വന്നിട്ട് ഈ കുടുംബത്തിനെ ബ്രെയിൻ വാഷ് ചെയ്ത് തകർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ദുരന്തമായി തോന്നി. കാരണം അദ്ദേഹം എൻ്റെ അടുത്ത്, ഞാനത് ഓർമ്മിച്ചു, അത് വന്നിട്ട് ഒരുപാട് നാളായി എൻ്റെ അടുത്ത്, ഞാനത് ഓർമ്മിച്ചു. ഭാര്യയ്ക്ക് എന്തോ കൈവശം കിട്ടിയതാണോ അല്ലെങ്കിൽ ശത്രുദോഷമാണോ, കൂടപത്രമാണ് സാറേ, അതൊന്ന് മാറ്റിത്തരണേ എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്. പക്ഷെ അതല്ല, അത് ഉറപ്പായി. അപ്പോൾ ഇത് എനിക്കൊരു എപ്പിസോഡായിട്ട് അവതരിപ്പിക്കണം. കാര്യം എൻ്റെ അടുത്ത് ഇപ്പോഴും വരുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. വരുന്നതിലെല്ലാവരും അവർ ഉറച്ചു വിശ്വസിക്കുന്നു, ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് കൂടപത്രമാണ്, ശത്രുദോഷമാണ്, അല്ലെങ്കിൽ മറ്റൊരു പ്രേതബാധയാണ് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കി നമ്മൾ മാറി ചിന്തിക്കാനും കൂടി നമ്മൾ തയ്യാറാകണം. കാരണം ഇതുപോലുള്ള ദോഷങ്ങൾ കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ഇതേ കണക്കുള്ള മാനസിക വൈകൃതങ്ങൾ ഉണ്ടാകുന്നത്. ഇതുപോലെ അസൂയ പൂണ്ട് സ്വന്തം ഭർത്താവിൽ തൃപ്തി വരാതെ മറ്റുള്ള പുരുഷന്മാരെ തേടി നടക്കുന്ന സ്ത്രീകളുടെ സ്വഭാവം ഇതാണ്. അവരൊരിക്കലും നന്നായി നടക്കുന്ന ഒരു കുടുംബത്തിലെ അവർക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ കയറി ആ അടികലശലുണ്ടാക്കി അവരെ അടിച്ച് പിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിക്കും, ഇതൊക്കെ ഒരു പാരമ്പര്യമായിട്ട് വരുന്നതാണോ? കാര്യം അമ്മയ്ക്ക് ഇതാണ് സ്വഭാവം, അത് തന്നെ മകൾക്കും കിട്ടിയല്ലോ എന്നാണ്. ഒരിക്കലും അല്ല, പാരമ്പര്യമൊന്നും അല്ലാതെ ആ ജീനിൻ്റെ പ്രശ്നമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കുടുംബം കലക്കാൻ നടക്കുന്ന ഈ കുടുംബം കലക്കിയ സ്ത്രീക്ക് 2 സഹോദരങ്ങളുണ്ട്.
ഒരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട്. അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. പക്ഷെ അവരൊന്നും ഈ അമ്മയുടെ മോളടുത്ത് തിരിഞ്ഞു പോലും നോക്കില്ല, വരില്ല. അവർ കുറച്ചപ്പുറത്തോട്ട് ഒരു 10 കിലോമീറ്റർ മാറിയിട്ട് വളരെ മാന്യമായിട്ട് ആരുടെടുത്തും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അവർ പോകുന്നുണ്ട്. ഇവർ പ്രശ്നക്കാരികളായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ അമ്മയും മോളെയും സ്വന്തം അമ്മയും സഹോദരിയാണെങ്കിൽ പോലും വീട്ടിൽ കയറ്റിയാൽ അവരുടെ ജീവിതം വരെ തകർന്നു പോകുമെന്നുള്ളതുകൊണ്ട് അവരാരെ ഇവരെ വീട്ടിൽ പോലും കയറ്റാറില്ല, അവരിങ്ങോട്ട് വരാറില്ല. ഒരു സഹകരണവും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷെ ആ കൂട്ടുകാരുടെ ഭർത്താവ് ഒരു പാവമായതുകൊണ്ട് അവരിന്നും അതിൻ്റെ ഇരയായി അവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗൂഢപത്രം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാത്രം വരുന്നതല്ല. ഇങ്ങനെ വരുന്ന ചില, അതായത് ഇതേ കണക്കുള്ള ചില കുടുംബം കലക്കി സ്ത്രീകൾ, അവർ ഇതേ കണക്കുള്ള മാനസികമായിട്ട് നമ്മളെ സ്വാധീനിച്ച് നമ്മളിലേക്കുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അത് കണ്ടാൽ, അത് അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഗൂഢപത്രമാണെന്ന് തോന്നാം. യഥാർത്ഥത്തിലുള്ള ഗൂഢപത്രം നമ്മളത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും. പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുന്നു ഇത് ഗൂഢപത്രമാണ്, ശത്രുദോഷമാണ്, അല്ലെങ്കിൽ ഒരു മുട്ടം പ്രേതമാണെന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് എവിടെയെങ്കിലും പോയി പൂജ ചെയ്തതാന്ന് പറഞ്ഞാൽ അവർ 1000 ലക്ഷങ്ങൾ വാങ്ങിച്ച് പൂജ ചെയ്തു തരും. ഇതൊരിക്കലും മാറില്ല. നിങ്ങളുടെ കുടുംബം വരെ തകർന്ന് തരിപ്പണമായി പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഗൂഢപത്രം എന്ന് പറഞ്ഞാൽ ചില അവസ്ഥയാണ്. എന്നാൽ അതിനെ തകർക്കുന്ന, അതിനെ കവച്ചു വയ്ക്കുന്ന, അതുക്കും മേലെ വരുന്ന ചില ഗൂഢതന്ത്രങ്ങൾ ചില അഴുക്ക സ്ത്രീകൾ അവർ കാണിക്കും. അത് നമ്മളുടെ കുടുംബത്തിൽ ഇതേ കണക്കുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതിനെ നന്നായി മനസ്സിലാക്കുക, അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നല്ല ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കി അതുവഴിയുള്ള ചികിത്സാ രീതിയാണെങ്കിൽ, അത് പരിഹാര കർമ്മങ്ങളാണെങ്കിൽ അത് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയാൽ വിജയിക്കും. അതായത് ഗൂഢപത്രങ്ങളാണെങ്കിൽ പോലും നമുക്ക് നിശേഷം മാറ്റാൻ സാധിക്കും. അതല്ല മറ്റൊരു ഇതേ കണക്ക് വരുന്ന ചില പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പൂർണ്ണമായും അതിനെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെയുള്ളത് ഞാൻ അവിടെ നേരിട്ട് അവിടെ വന്നാലേ കണ്ടുപിടിച്ച് അവിടെ വന്ന് നോക്കിയാൽ മാത്രമേ അതിനെ പൂർണ്ണമായി മനസ്സിലാക്കി പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അത് ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ ഞാൻ പൂർണ്ണമായും മാറ്റിത്തരികയും ചെയ്യാം. അതുപോലെ ജ്യോതിഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് നമുക്ക് നേരിട്ടിരുന്ന് ജ്യോതിഷം നോക്കി അറിയാനുള്ള സംവിധാനമുണ്ട്. അതും നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കാം. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.